ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവനാ. ആത്മീയ ഉണർവ്. മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും പ്രാർത്ഥനാശംസകൾ. കർത്താവിൻ്റെ വചനം ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരെയും കർത്താവിൻ്റെ വചനത്തിൻ്റെ സമൃദ്ധിയും ദൈവാനുഗ്രഹങ്ങളുടെ സമൃദ്ധിയും കൊണ്ട് പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് നമുക്ക് തരുന്ന തിരുവചന ഭാഗങ്ങൾ, ചില വചനഭാഗങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഒരു ആത്മീയ പിതാവ് നൽകിയ ചില സന്ദേശങ്ങൾ കാണാനിട വന്നു. ഒരു കുടുംബത്തിൽ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകുന്ന 4-5 കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തോന്നി. ഒന്നാമത്തെ കാര്യം, യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരും ആയിരിക്കണം. കർത്താവിൻ്റെ വചനം നമ്മെ ഇങ്ങനെയാണ് പഠിപ്പിക്കുക: നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പൊതുവെ നമ്മൾ ആരെ എടുത്ത് പരിശോധിച്ചാലും മനസ്സിലാകുന്നൊരു കാര്യം, സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടുന്നവരാണ് കൂടുതൽ പേരും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കേൾക്കുന്നതിനാണ് കൂടുതൽ സന്നദ്ധ കാണിക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവർ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ശരീരത്തെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ദൈവം നമുക്കെല്ലാവർക്കും 2 കാതുകളാണ് നൽകിയിരിക്കുന്നത്. 2 കാതുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതേസമയം നമുക്ക് ഒരു വായും ഒരു നാവുമാണ് ദൈവം നൽകിയിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു വലിയ സത്യം, സംസാരിക്കുന്നതിനേക്കാൾ നമ്മൾ കേൾക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ശരീരം പോലും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പദ്ധതിയും അതുതന്നെയാണ്. കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ കേൾക്കുന്നതിന് സന്നദ്ധത കാണിക്കും. എന്നാൽ നമ്മൾ അറിയാതെ തന്നെ പലപ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ കാര്യങ്ങളും പറയാൻ പെട്ടെന്ന് തിടുക്കം കൂട്ടുന്നവരാണ് കൂടുതൽ പേരും. ഒരിക്കൽ ഒരു പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും എന്നെ കാണാൻ വന്ന് അവരുടെ ജീവിതത്തിലെ ചില സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറയുകയായിരുന്നു. തീർച്ചയായിട്ടും അത് വളരെ ന്യായമായ സങ്കടങ്ങളും വേദനകളൊക്കെ ആയിരുന്നു. അവരുടെ മകൻ്റെ ഭാര്യ അവരെ കുറേ നാളുകളായിട്ട് സംരക്ഷിക്കുന്നില്ല, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല, മകൻ്റെ കാര്യത്തിലും ശ്രദ്ധയില്ല. അപ്പോൾ ഈ അമ്മച്ചി എൻ്റെ അടുത്ത്, അപ്പച്ചനുമുണ്ട്, അമ്മച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ ദുഃഖങ്ങൾ ഈ മകളുടെ വായിൽ നിന്ന് വീണതും മറ്റു പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ എല്ലാം കേട്ടുകഴിഞ്ഞ് ഞാൻ ചില കാര്യങ്ങൾ, ചില വചനങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഈ അമ്മച്ചിയോട് പറയുമ്പോഴും ഈ അമ്മച്ചിക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അമ്മച്ചി വീണ്ടും വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ പ്രായമായ അപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മച്ചിയെ തോണ്ടുന്നുണ്ട്. കാരണം അമ്മച്ചി ഇങ്ങോട്ട് പറയുന്നതല്ലാതെ അങ്ങോട്ടേക്ക് പറയുന്നൊന്നും കേൾക്കാൻ അമ്മച്ചിക്ക് സാധിക്കുന്നില്ല. ഒരുപക്ഷെ മനസ്സിൻ്റെ പ്രയാസം കൊണ്ടായിരിക്കാം. എങ്കിൽ പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. സംസാരിക്കുന്നതിൽ നമ്മൾ തിടുക്കം കൂട്ടുന്നു, എന്നാൽ കേൾക്കുന്നതിൽ വേണ്ടത്ര സന്നദ്ധതയുള്ളവരാകുവാൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല. കുടുംബ ബന്ധങ്ങൾ പരിശോധിച്ചാൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ പരിശോധിച്ചാൽ എല്ലാം, അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ പരിശോധിച്ചാലും ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്: സംസാരിക്കുന്നതിന് തിടുക്കം കൂട്ടുന്നവരാണ് പലരും. കേൾക്കുന്നതിൽ വളരെയധികം സന്നദ്ധ കാണിക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല. പല കുടുംബജീവിതങ്ങളുടെയും ഭാര്യ-ഭർത്തൃ ബന്ധങ്ങളുടെയും തകർച്ചയുടെ കാരണം അതാണ്. കേൾക്കാൻ സന്നദ്ധത കാണിക്കുന്നില്ല. ഭർത്താവ് ഭാര്യയെ കേൾക്കാൻ സന്നദ്ധത കാണിക്കുന്നില്ല, ഭാര്യ ഭർത്താവിനെ കേൾക്കാൻ സന്നദ്ധത കാണിക്കുന്നില്ല. കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കാനാണ് തിടുക്കം കൂട്ടുന്നത്. അതുകൊണ്ടാണ് പല കുടുംബ ബന്ധങ്ങളും വിവാഹ ജീവിതങ്ങളും തകരുന്നത് തന്നെ. കേൾക്കാൻ തയ്യാറല്ല.
അതോടൊപ്പം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ എടുത്താലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്: കേൾക്കാൻ തയ്യാറല്ല. അപ്പനും അമ്മയും ഒത്തിരിയേറെ നിർദ്ദേശങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നു. ചിലപ്പോഴൊക്കെ മക്കൾക്കും പലതും പറയാനുണ്ടാകും, പക്ഷെ കേൾക്കാൻ തയ്യാറല്ല, കേൾക്കാൻ സന്നദ്ധയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്ന ഒരു വലിയ സത്യം ഇതാണ്: നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് ദൈവം തരുന്ന വചനം ഇതാണ്: യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം തിരുവചനം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം തിരുവചനം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇത് ദൈവത്തെ കേൾക്കുന്നതിനെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. ഞാൻ യേശുവിൻ്റെ ആട്ടിൽക്കൂട്ടത്തിൽ പെടുന്ന ഒരാളാണെങ്കിൽ ആ യേശുവിൻ്റെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ എനിക്ക് താല്പര്യമുണ്ടാകും, ഞാനത് ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ യേശു പറയുന്ന കാര്യം ഇതാണ്: എൻ്റെ ആടുകളാണോ എന്ന് തിരിച്ചറിയാനുള്ള കാര്യം തന്നെ അവ എൻ്റെ സ്വരത്തിന് വേണ്ടി കാതോർക്കും. അത് നമുക്കുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ പ്രത്യേകമായൊരു ഗുണമാണ് ദൈവത്തെ കേൾക്കാനുള്ള മനോഭാവം. ആദ്യമായിട്ട് നമ്മൾ കണ്ടു മറ്റുള്ളവരെ കേൾക്കാനുള്ള മനോഭാവത്തെക്കുറിച്ച്. രണ്ടാമതായിട്ട് നമുക്കുണ്ടാകേണ്ട മനോഭാവമാണ് ദൈവത്തെ കേൾക്കാനുള്ള മനോഭാവം. യേശു പഠിപ്പിച്ച പ്രാർത്ഥന, ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ തന്നെ ആ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ ആദ്യ 3 അപേക്ഷകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ദൈവത്തിനോടുള്ള പ്രത്യേകമായിട്ടുള്ള ദൈവത്തിൻ്റെ കേൾക്കുന്നതിനുള്ള 3 കാര്യങ്ങളാണ്. ദൈവത്തെക്കുറിച്ചാണ് ഈശോ ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ നമുക്കത് മനസ്സിലാവും: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ 3 കാര്യങ്ങൾ, ദൈവവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചതിന് ശേഷമാണ്, ദൈവത്തെക്കുറിച്ചുള്ള 3 കാര്യങ്ങൾ പ്രാർത്ഥിപ്പിച്ചതിന് ശേഷമാണ് ഈശോ അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. ദൈവത്തെക്കുറിച്ചുള്ള 3 കാര്യങ്ങൾ നമ്മളെ ചെയ്തതിന് ശേഷമാണ് ഈശോ പ്രലോഭനങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുവാൻ പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം തേടണം, ദൈവത്തിൻ്റെ സ്വരം കേൾക്കണം, ദൈവത്തിൻ്റെ പദ്ധതികൾ അന്വേഷിക്കണം. അതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. ഈശോ അതാണ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും ഈശോ അതാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യം. ദൈവത്തെ കേൾക്കാൻ മനസ്സുള്ളവരായിരിക്കണം, ദൈവത്തിൻ്റെ മഹത്വം തേടാൻ മനസ്സുള്ളവരായിരിക്കണം. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മൂന്നാമതായിട്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ആഴപ്പെടുവാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. പൗലോസ് കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 3, 13, 14 തിരുവചനങ്ങൾ. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കും: ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ചും സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ജീവിതത്തിൽ മനുഷ്യർ ബലഹീനരാണ്. ഒരാൾക്ക് മറ്റൊരാളുടെ പരിഭവം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇങ്ങനെ പറയുന്നത്: നിങ്ങൾക്ക് മറ്റൊരാളുടെ പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിക്കാൻ തയ്യാറാകണം, സഹിഷ്ണുതയോടെ വർത്തിക്കാൻ തയ്യാറാകണം. എന്നിട്ട് നിങ്ങൾ മാതൃകയാക്കേണ്ടത് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പൂർണ്ണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിച്ച് ജീവിക്കണം. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ ആഴപ്പെടുവാൻ, വളരുവാൻ നമുക്ക് ദൈവം തരുന്ന മൂന്നാമത്തെ ഒരു നിർദ്ദേശം ഇതാണ്: ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം. പരിഭവങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. നമ്മുടെ മനുഷ്യബന്ധങ്ങൾക്കിടയിൽ പരിഭവങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ പരിഭവം ഉണ്ടായാൽ നമ്മളത് ക്ഷമിക്കാൻ, സഹിഷ്ണുതയോടെ പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.
ജോബിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോയാലും അവിടെ 42-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും, ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവൻ്റെ ഐശ്വര്യം 2 മടങ്ങായി തിരികെ നൽകി. സ്നേഹമുള്ളവരെ, എന്താണ് ഈ ജോബിൻ്റെ പ്രാർത്ഥനയുടെ ഈ ആഴം? അല്ലെങ്കിൽ ജോബ് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എല്ലാ നന്മകളും ജോബിന് തിരിച്ചു കൊടുക്കാൻ കാരണമെന്താണ്? അത് ജോബിൻ്റെ ആ മനോഭാവമാണ്, സഹിഷ്ണുതയുടെ മനോഭാവമാണ്, ജോബിൻ്റെ ക്ഷമിക്കാനുള്ള മനോഭാവമാണ്. കാരണം ജോബിൻ്റെ ഈ സ്നേഹിതന്മാർ ജോബ് കഷ്ടതയിൽ അകപ്പെട്ടപ്പോൾ ജോബിൻ്റെ അരികിൽ വന്ന് ജോബിനെ കുറ്റപ്പെടുത്തിയവരാണ്. എന്നാൽ ജോബിൻ്റെ സമൃദ്ധിയിൽ, ഉയർച്ചയിൽ, വളർച്ചയിലെല്ലാം ജോബിൻ്റെ കൂടെ നിന്ന് ആനന്ദിക്കുകയും വിരുന്നാഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ജോബിൻ്റെ സമൃദ്ധി ആസ്വദിക്കുകയും ചെയ്ത ഈ സുഹൃത്തുക്കൾ ജോബിൻ്റെ കഷ്ടതയുടെ കാലങ്ങളിൽ, രോഗങ്ങളുടെ നിമിഷങ്ങളിൽ, തകർച്ചയുടെ നിമിഷങ്ങളിൽ ജോബിൻ്റെ അരികിൽ വന്ന് ജോബിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. അവർ ജോബിനോട് പറഞ്ഞു, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ആർക്കെങ്കിലും നീതിമാന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഏതെങ്കിലും നീതിമാന്മാരുടെ കുടുംബം ഇതുപോലെ തകരുന്നത് കേട്ടിട്ടുണ്ടോ? നിൻ്റെ കുടുംബത്തിൽ ഈ തകർച്ച വന്നെങ്കിൽ, നിൻ്റെ മക്കൾക്ക് ഈ അപകടം വന്നെങ്കിൽ അതിൻ്റെ കാരണം നീ ഏതെങ്കിലും രഹസ്യ പാപങ്ങൾ ഞങ്ങൾ അറിയാതെ ചെയ്യുന്നുണ്ടാകും. നീ ഏതെങ്കിലും രഹസ്യ പാപങ്ങൾ ഞങ്ങൾ അറിയാതെ ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ വന്നത് എന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. ജോബിനെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളുടെ വാക്കുകൾ അത് വളരെ വേദനാജനകമായിരുന്നു. കാരണം മറ്റുള്ളവർ പറയുകയാണെങ്കിൽ ജോബിനത് ക്ഷമിക്കാൻ പെട്ടെന്ന് സാധിക്കുമായിരുന്നു. സ്വന്തം സുഹൃത്തുക്കൾ, വിരുന്നാഘോഷങ്ങളിൽ ഒരുമിച്ച് പങ്കെടുത്തവർ, സമൃദ്ധിയുടെ കാലങ്ങളിൽ കൂടെ നിന്നവർ, ഈ കൂടെ നിന്നവർ പെട്ടെന്ന് ഈ തകർച്ചയുടെ നാളുകളിൽ തള്ളിപ്പറഞ്ഞപ്പോൾ ജോബിന് ക്ഷമിക്കാനായില്ല. എന്നാൽ ജോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജോബിൻ്റെ പുസ്തകം അവസാന അധ്യായം 42-ാം അധ്യായത്തിലാണ് നമ്മളിത് കാണുക. ഏറെ നാളുകൾക്കുള്ള പരിശ്രമങ്ങൾക്ക് ശേഷം സഹിഷ്ണുതയോടെ പ്രവർത്തിക്കുവാൻ, ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാൻ ജോബ് തയ്യാറായി. അങ്ങനെ ജോബ് ആ സ്നേഹിതന്മാരിൽ നിന്നുണ്ടായ ആ മുറിവ്, ആ വേദനയെല്ലാം മറന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ആ അനുഗ്രഹിച്ച പ്രാർത്ഥന ജോബിന് വലിയൊരു അനുഗ്രഹമായി മാറി. അന്ന് ജോബ് അനുഗ്രഹിക്കപ്പെട്ടു. വചനത്തിൽ നമ്മൾ വായിക്കുകയാണ് 42:10 ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവനുണ്ടായിരുന്ന ഐശ്വര്യം തിരികെ കൊടുത്തു, അത് 2 മടങ്ങായി കൊടുത്തു. സ്നേഹമുള്ളവരെ, നമ്മളും ഇതുപോലെ ക്ഷമയോടെ, സഹിഷ്ണുതയോടെ പ്രവർത്തിക്കണമെന്നാണ്, സ്നേഹം പരിശീലിക്കണമെന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. കുടുംബ ബന്ധങ്ങൾ ആഴപ്പെടുവാൻ, ഭാര്യ ഭർത്തൃബന്ധം, അതോടൊപ്പം മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ ആഴപ്പെടുവാൻ ദൈവം നമുക്ക് തരുന്ന അടുത്ത ഒരു മാർഗം അല്ലെങ്കിൽ നിർദ്ദേശം ഇതാണ്: പരസ്പരം ക്ഷമിച്ചും സ്നേഹിച്ചും മുമ്പോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണമെന്ന് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അടുത്തായിട്ട് 4-മതായിട്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ വളർച്ചയും ഉയർച്ചയും ലഭിക്കുവാൻ കർത്താവ് നമ്മോട് നിർദ്ദേശിക്കുന്ന കാര്യം ഇതാണ്: പരസ്പരം ആദരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം, പരസ്പരം ബഹുമാനിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ കടന്നുപോയാൽ 5-ാം അധ്യായത്തിൽ പൗലോസ് ലീഹ ചില നിർദ്ദേശങ്ങൾ നൽകുന്നത് വളരെ മനോഹരമാണ്. 5-ാം അധ്യായം 33 മുതലും 6-ാം അധ്യായം 4 വരെയുള്ള തിരുവചനങ്ങൾ വളരെ മനോഹരമാണ്. അവിടെ പൗലോസ് ലീഹ ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുക: ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യ കൽപ്പന ഇതത്രേ: പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപമുളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, കുടുംബ ബന്ധങ്ങൾ ആഴപ്പെടുവാൻ, കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും സമൃദ്ധിയും സ്നേഹത്തിൻ്റെ നിറവുണ്ടാകുവാൻ പൗലോസ് ലീഹ മാതാപിതാക്കൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ്. പൗലോസ് ലീഹ ഭാര്യ ഭർത്താക്കന്മാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുകയാണ്. മനോഹരമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് പൗലോസ് ലീഹ നൽകുക. ഭാര്യ ഭർത്താക്കന്മാരുടെ പൗലോസ് ലീഹ പറയുക: നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, അതോടൊപ്പം പരസ്പരം നിങ്ങൾ ആദരിക്കണം. അപ്പോൾ ഭാര്യ ഭർത്താവിനെ ആദരിക്കണം എന്നെല്ലാ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നു. അതോടൊപ്പം എല്ലാ ഭർത്താക്കന്മാരും തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്: താൻ ഭർത്താവ് ഭാര്യയെ ആദരിക്കാൻ തയ്യാറാകുമ്പോഴാണ്, റെസ്പെക്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ ആദരിക്കുവാൻ തോന്നുക. പലപ്പോഴും ഈ ആദരവ്, പരസ്പരം നൽകേണ്ട ഈ ആദരവ് ഒരു വ്യക്തി മാത്രം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രതിസന്ധികളുണ്ടാകും. അപ്പോൾ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ആദരിക്കണം, ഭാര്യ ഭർത്താവിനെ ആദരിക്കണം. അത് നല്ല കാര്യമാണ്. പക്ഷേ ഈ ഭർത്താവിനെ വേണ്ട ആദരം കിട്ടണമെങ്കിൽ ആ ഭർത്താവ് ഭാര്യയെ ആദരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം.
ഭാര്യയെ ആദരിക്കാത്ത, ഭാര്യയെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഭർത്താക്കന്മാരെ അംഗീകരിക്കാനും ആദരിക്കാനും ഭാര്യമാർക്ക് സാധിക്കുകയില്ല. അപ്പോൾ പൗലോസ് ശ്ലീഹ അതുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് ആഴപ്പെടാൻ സാധിക്കണമെങ്കിൽ ആരും ആരിൽ നിന്നും താഴെയല്ല എന്നുള്ളൊരു ഉറച്ച ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ഭാര്യയ്ക്ക് ഭാര്യയുടേതായ നന്മകളുണ്ട്, ഭാര്യയുടേതായ ഉയർച്ചയുണ്ട്, വളർച്ചയുണ്ട്. ഭർത്താവിന് ഭർത്താവിൻ്റേതായ നന്മകളുണ്ട്, ഉയർച്ചയുണ്ട്. പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം ആദരിക്കണം. അതാണ് പൗലോസ് ശ്ലീഹ നൽകുന്ന ഒരു വ്യക്തമായ ഉപദേശം. അതോടൊപ്പം മക്കളുമായി ബന്ധപ്പെട്ട് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം, ആദരിക്കണം, പരസ്പരം ആദരിക്കണം. എൻ്റെ മക്കളോട് പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കാൻ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കാൻ മക്കൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിച്ച് ആദരിച്ച് ജീവിക്കണമെന്ന് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കും. അപ്പോൾ പൗലോസ് ശ്ലീഹ ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരെ ഉപദേശിക്കുന്നു, മാതാപിതാക്കൾ ഉപദേശിക്കുന്നു, കുട്ടികളെ ഉപദേശിക്കുന്നു. അപ്പോൾ കുട്ടികൾക്കുള്ള ഉപദേശം കഴിഞ്ഞതിന് ശേഷം വളരെ വ്യക്തമായിട്ട് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്, മാതാപിതാക്കന്മാരോട് പറയുക, നിങ്ങൾ കുട്ടികളിൽ കോപമുളവാക്കരുത്. നിങ്ങൾ കുട്ടികളിൽ കോപമുളവാക്കരുത്. ചില മാതാപിതാക്കൾ, ചില പിതാക്കന്മാർ, ചില അമ്മമാർ അവർ ചെയ്യുന്ന കാര്യം ഇതാണ്, കുട്ടികൾ കുട്ടികളാണെന്ന് കരുതി അവരെ വേണ്ടത് ആദരിക്കാതിരിക്കും. അവരുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില ആശയങ്ങൾ, അതൊക്കെ നിർദ്ദേശങ്ങളും ആശയങ്ങളും സ്വീകരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കുട്ടികൾ കുട്ടികളാണെന്ന് കരുതി അവരെ നിങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കാതിരിക്കരുത്, അവരെ ആദരിക്കാതിരിക്കരുത്, അവരിൽ കോപമുളവാക്കരുതെന്ന് പൗലോസ് ശ്ലീഹ പറയും. അപ്പോൾ ചില കുടുംബങ്ങളിലൊക്കെ തകർച്ചയ്ക്ക് അല്ലെങ്കിൽ കുടുംബങ്ങളിൽ എപ്പോഴും കലഹമുണ്ടാകാൻ കാരണം മാതാപിതാക്കൾ കുട്ടികളെ ആദരിക്കുന്നില്ല. നമ്മളെ എല്ലാവരെയും ആദരിക്കണം. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവരുടെ മഹിമയും വലുപ്പവും മനസ്സിലാക്കി നമ്മൾ കുട്ടികളെ ആദരിക്കണം. അതാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒരിക്കൽ ഒരു സംഭവം, വളരെ ലളിതമായൊരു സംഭവം കേൾക്കാനിട വന്നു. അതായത് ഒരു പാലത്തിലൂടെ ഒരു വലിയ ട്രെയിലർ ലോറിയിൽ ഒരു വലിയ ലഗേജ് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു മെഷീൻ കൊണ്ടുപോവുകയാണ്. പാലത്തിൻ്റെ തൊട്ടടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഇത് പാലം കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ഈ ട്രെയിലർ ലോറിയുടെ ഹൈറ്റ് അപ്പോൾ അല്പം കുറഞ്ഞാൽ, അല്പം ഒരു പൊടിക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ ആ പാലത്തിലൂടെ ഈ മെഷീൻ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ഇതിങ്ങനെ മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലായി. ലോറി മുമ്പോട്ട് പോകാൻ ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഡ്രൈവർക്ക് അറിയത്തില്ല, മറ്റുള്ളവർക്ക് ആർക്കും ഒരു വഴിയും കാണാതെ ഇവരിങ്ങനെ ആകെ പകച്ചു നിൽക്കുകയും. അങ്ങനെ ഉടനെ തന്നെ അതിനാവശ്യമായിട്ടുള്ള എൻജിനീയേഴ്സിനെയൊക്കെ വിളിച്ചു. അങ്ങനെ എൻജിനീയേഴ്സ്, നല്ല അറിവുള്ള കുറേ ആളുകളൊക്കെ വന്നു. അവരൊക്കെ വന്ന് ആലോചിച്ച് കുറേ കാര്യമായിട്ട് കൂലങ്കഷമായിട്ടൊക്കെ ആലോചനകൾ നടത്തി, എങ്ങനെ പാലത്തിനപ്പുറത്തേക്ക് ഈ ലോറി കൊണ്ടുപോകാൻ സാധിക്കും. അവരിങ്ങനെ പല വിധത്തിൽ ആലോചിച്ചു. പാലം ചില ഭാഗങ്ങളിൽ പൊളിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു, പാലത്തിൻ്റെ മുകളിലുള്ള ചില കാര്യങ്ങൾ മാറ്റുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. ഒരു പിടിയും കിട്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതിലൂടെ കടന്നു വന്ന ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി ഇങ്ങനെ അവിടെ നടക്കുന്ന ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ആ കൊച്ചുകുട്ടി ഇവരോട് ചോദിച്ചു, എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇതാണ് പ്രശ്നം, ഈ പാലത്തിൽ ഈ മെഷീൻ മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇതുപോലെ നിന്നാൽ ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, എന്നാൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്, എന്ത് ചെയ്യുമെന്നൊരു പിടിയില്ല. അപ്പോൾ ആ കുട്ടി പെട്ടെന്ന് ആ കുട്ടി ആ വണ്ടിയിൽ നോക്കിയിട്ട് അവിടെ നിന്നിരുന്ന ആ ഡ്രൈവറോട്, മുതിർന്നവരോട് പറഞ്ഞു, അതിനാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഈ പാലം കടക്കുന്നത് വരെ നിങ്ങൾ ഈ വലിയ ലോറിയുടെ എല്ലാ ടയറുകളിൽ നിന്നും അല്പം എയർ അഴിച്ചു കളയുക, എന്നിട്ട് അപ്പുറത്ത് ലോറി എത്തിയതിന് ശേഷം എയർ അടിച്ചാൽ മതി. വാസ്തവത്തിൽ അതുവരെ അങ്ങനെ ആരും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ആ കുട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കതൊരു നല്ലൊരു ആശയമായിട്ട് തോന്നി. ഉടനെ തന്നെ ഡ്രൈവറും ആ വലിയ എൻജിനീയേഴ്സ് എല്ലാവരും ആ കുട്ടിയുടെ ഉപദേശം സ്വീകരിച്ചു. അവർ ആ ലോറിയുടെ എല്ലാ ടയറുകളിൽ നിന്നും അല്പം എയർ അഴിച്ചു. അപ്പോൾ ആ മെഷീനും ലോറിയും അല്പം താണു. അപ്പോൾ ആ ലോറിക്ക് പാലം കടന്നു പോകാൻ പറ്റുന്നൊരവസ്ഥയായി. അങ്ങനെ ആ പാലത്തിലൂടെ അനായാസേന ഒന്നും പൊളിക്കാതെ, ഒന്നും തകർക്കാതെ ആ ലോറി ആ മെഷീനും അപ്പുറത്തെത്തിക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ എല്ലാവരും ആ കുട്ടിയെ ഒത്തിരിയേറെ ആദരിക്കുകയും ആ കുട്ടിയുടെ ആശയത്തെ അവർ ബഹുമാനിക്കുകയും ചെയ്തു. അപ്പോൾ സ്നേഹമുള്ളവർ, ചിലപ്പോൾ നമുക്കറിയില്ല ആരിൽ നിന്നാണ് നല്ല ആശയങ്ങളും ഉപദേശങ്ങളും വരിക. ചിലപ്പോൾ നമ്മളൊക്കെ ഒന്നും അറിയില്ല എന്ന് കരുതി അവഗണിക്കുന്ന ചില കുട്ടികളിൽ നിന്ന്, ചെറിയ ആളുകളിൽ നിന്നായിരിക്കും ചിലപ്പോൾ വലിയ ആശയങ്ങളും വലിയ ചിന്തകളും വരിക. അപ്പോൾ സ്നേഹമുള്ളവർ, എല്ലാവരെയും നമ്മൾ ആദരിക്കണം.
ഒരുപക്ഷെ അവർ ആ കുട്ടി പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കാതെ അത് നിനക്കൊന്നും അറിയത്തില്ല, നീ ചെറുതാണ് എന്നൊക്കെ പറഞ്ഞ് നീ മിണ്ടാതിരിക്കുന്ന നല്ലതെന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ പ്രശ്നം ഇതുപോലെ പരിഹരിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ചില വലിയ ആശയങ്ങളും നന്മകളൊക്കെ ചിലപ്പോൾ കുട്ടികളിൽ നിന്നാണ് വരിക. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുക, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. നിങ്ങൾ കുട്ടികളെ ആദരിക്കണം, അവരെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അഞ്ചാമതായിട്ട് നമ്മുടെ കുടുംബം ആദരിക്കപ്പെടുന്നതിന്, നമ്മുടെ ഭവനങ്ങൾ ആദരിക്കപ്പെടുന്നതിന് ദൈവം ഈ ആത്മീയ പിതാവ് തരുന്ന നമുക്കൊരു നിർദ്ദേശം ഇതാണ്. അടുത്ത തലമുറയ്ക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അടുത്ത തലമുറകൾക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. പ്രത്യേകിച്ച് പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ, നിയമാവർത്തന പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം വ്യക്തമായിട്ട് നിർദ്ദേശം നൽകുന്നുണ്ട്. നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് ദൈവം അവരോട് നിർദ്ദേശിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന ഇതാണ്. നിങ്ങളുടെ മക്കൾക്ക്, വരുന്ന തലമുറകൾക്ക് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ പകർന്നു കൊടുക്കണം. നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊടുക്കണം. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യം എന്താണ്? നമ്മളിങ്ങനെ ഒത്തിരിയേറെ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ അവരുടെ പഠനങ്ങൾ, അവരുടെ ഭൗതിക കാര്യങ്ങൾ അതിലൊക്കെ ശ്രദ്ധിച്ച് അതൊക്കെ ചെയ്യണം, ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരോട് പറയുകയും അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ദൈവം എങ്ങനെയാണ് ഈ കുടുംബത്തെ നയിച്ചത്? ദൈവം എങ്ങനെയാണ് ഈ അപ്പനെയും അമ്മയും സഹായിച്ചത്? ദൈവം എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ കുടുംബത്തിലേക്ക് സമൃദ്ധി നൽകിയത്? എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ സാധിക്കുന്നത്? അതൊക്കെ വരും തലമുറകൾക്ക് പറഞ്ഞു കൊടുത്താലേ അവർക്ക് ദൈവത്തോട് സ്നേഹം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പല ഭവനങ്ങളിലും നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ്. അവരുടെ കുട്ടിക്കാലത്തൊക്കെ അവരെ ഭൗതികമായ പഠനങ്ങളിലും മറ്റെല്ലാ കാര്യങ്ങളും ഏറെ അതിൽ ശ്രദ്ധയൂന്നി മക്കളെ പലപ്പോഴും വേണ്ടതെന്ന് ദൈവത്തെ കൊടുക്കാതെ വളർക്കും. അവസാനം മക്കൾ പ്രായമാകുമ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിക്കാത്തവരും അല്ലെങ്കിൽ വചനം പാലിക്കാത്തവരും, ചിലപ്പോൾ അന്യജാതിയിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ കല്യാണം കഴിച്ച് അവർ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുമ്പോഴാണ് മാതാപിതാക്കൾ കരച്ചിലും സങ്കടമൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതാണ് ദൈവത്തിൻ്റെ നിർദ്ദേശം. ദൈവം പറയുകയാണ്, ഇസ്രായേലിൽ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അതാണ് ദൈവത്തിൻ്റെ കൽപ്പന. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അപ്പോൾ സ്നേഹമുള്ളവരെ, അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ നിർദ്ദേശമാണ്. അതനുസരിച്ച് ഒരു കുടുംബം തങ്ങളുടെ മക്കൾക്ക്, വരും തലമുറകൾക്ക് ദൈവത്തെ പകർന്നു കൊടുത്താൽ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹങ്ങളിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, അല്പസമയം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരു കുടുംബം വളർച്ചയിലേക്ക്, ഒരു കുടുംബത്തിൽ ഉയർച്ചയും വളർച്ചയും സമൃദ്ധിയും ദൈവാനുഗ്രഹം കടന്നു വരാനുള്ള 5 പ്രത്യേകമായ 5 മേഖലകളാണ് നമ്മൾ കണ്ടത്. 5 വചനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള 5 ബൈബിൾ തരുന്ന നിർദ്ദേശങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ഒരു ഭവനത്തിന് ഉയർച്ചയ്ക്ക് വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ. ഒന്നാമത്തെ ദൈവത്തിൻ്റെ വചനം ഇതാണ്, യാക്കോബ് 1:19. നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധയുള്ളവരും സംസാരിക്കുന്ന തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. അതെ, പരസ്പരം കേൾക്കാനുള്ള സന്നദ്ധ, അതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എനിക്ക് എൻ്റെ ഭാര്യയെ കേൾക്കാൻ സമയമുണ്ടാകണം, ഭർത്താവിനെ കേൾക്കാൻ സമയമുണ്ടാകണം, മക്കളെ കേൾക്കാൻ സമയമുണ്ടാകണം. രണ്ടാമതായിട്ട് ദൈവത്തെ കേൾക്കാൻ നമുക്ക് സമയമുണ്ടാകണം. അതാണ് വചനം നമ്മോട് പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. അതെ, ദൈവത്തെ കേൾക്കാൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സമയമുണ്ടാകണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് കൊളോസോസ് 3-ാം അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ്, നമുക്ക് പരിഭവം മറ്റുള്ളവരോടുണ്ടായാൽ പരസ്പരം ക്ഷമിച്ചും സഹിഷ്ണുതയോടെ പെരുമാറാനുള്ള അഭിഷേകം നമുക്കുണ്ടാകണമെന്ന് പഠിപ്പിക്കുകയാണ്. നാലാമതായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലൂടെ
പരസ്പരം ആദരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണം. ഭാര്യയും ഭർത്താവും പരസ്പരം ആദരിക്കണം, മാതാപിതാക്കൾ മക്കളെ ആദരിക്കണം, മക്കൾ മാതാപിതാക്കളെ ആദരിക്കണമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. അഞ്ചാമതായിട്ട് വചനം പഠിപ്പിക്കുകയാണ്, അടുത്ത തലമുറയ്ക്ക് ദൈവത്തെ പകർന്നു കൊടുക്കണം. ദൈവത്തിൻ്റെ വചനം പറയാണ്, ജാഗരൂകതയോടെ നിൻ്റെ മക്കളെ നിൻ്റെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കണം, നിൻ്റെ ദൈവം തരുന്ന കൽപ്പനകൾ പഠിപ്പിക്കണമെന്ന്. ഈ 5 കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ കുടുംബത്തെ കൂടുതൽ ആത്മീയമായിട്ട് വളർച്ചയിലേക്കും നന്മയിലേക്കും നയിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നുചേർന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈശോയെ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എനിക്ക് നൽകിയ പൗരോഹിത്യ അധികാരത്തിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.